ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബുക്ക് ക്യാച്ചർ. നമ്മളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെയധികം സന്തോഷം നിറഞ്ഞൊരു ന്യൂസ് പറയാനാണ് കേട്ടോ വന്നിരിക്കുന്നത്. കാലിക്കറ്റിൽ ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകൾക്ക് തുല്യത നേടണമെന്ന നിബന്ധന ഒഴിവാക്കി. ഒരുപാട് കുട്ടികൾ നമ്മുടെ ഇവിടെ അഡ്മിഷൻ എടുക്കാൻ വരുമ്പോൾ ചോദിക്കുന്ന ഒരു സംഭവമാണ്, ഇതിപ്പോൾ PSC ഇല്ലല്ലോ, PSC കിട്ടുമോ, ഉണ്ടെങ്കിൽ തന്നെ എന്താ നമ്മൾ ഇക്വലൻസിയുടെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാലും ഉറപ്പൊന്നും ഇല്ലല്ലോ, ഇത് എപ്പോൾ വേണമെങ്കിലും മാറ്റിക്കൂടെ, അങ്ങനെ കുറേ അധികം ന്യായങ്ങൾ പറയുന്നൊരു സംഭവമാണ് കേട്ടോ. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇക്വലൻസി എടുക്കേണ്ട ഒരു കാര്യം വരുന്നില്ല. നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UGC അപ്രൂവൽസ് ഉള്ള അല്ലെങ്കിൽ AICTE അങ്ങനത്തെ സംഘടനകളുടെ അപ്രൂവൽസ് ഉള്ള യൂണിവേഴ്സിറ്റികളിൽ മാത്രം അഡ്മിഷൻ എടുത്താൽ മതിയാവും. അപ്പോൾ പിന്നെ നമുക്ക് കാലിക്കറ്റിൽ ഇക്വലൻസി വേണ്ട, കുറച്ചും കൂടെ എല്ലാവർക്കും എളുപ്പമാണ്. ഇപ്പോൾ എന്താ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാലും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് പല സംസ്ഥാനങ്ങളിലെ യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും എല്ലാ കുട്ടികൾക്കും സൗകര്യമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഉടനെ തന്നെ, അതായത് ഇപ്പോൾ കുറച്ച് യൂണിവേഴ്സിറ്റീസ് എല്ലാം 4 വർഷത്തിലോട്ട് മാറിയിട്ടില്ല. 4 വർഷത്തിലേക്ക് മാറുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാവരും അവരവരുടെ അഡ്മിഷൻസ് എല്ലാം എടുക്കണം. ഇതൊരു നല്ല ഓപ്ഷനാണ്. വേറെ ഒന്നല്ല, ഇനിയിപ്പോൾ ഖാദർ കമ്മിറ്റി അങ്ങനെ കുറേ റിപ്പോർട്ട്സ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളുടെ ഇങ്ങനെ ടീച്ചേഴ്സിന് ഇങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ വേറെ അവർക്ക് ഡിസ്റ്റൻസ് തന്നെ പഠിക്കണം, ഇവിടെ ഇക്വലൻസി കൊടുത്തില്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാരണം കൊണ്ടായിരിക്കണം മേ ബി കാലിക്കറ്റിൽ ഇങ്ങനെ ഒരു നീക്കം നടന്നത്. എന്തായാലും നമ്മളുടെ കുട്ടികൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. UGC അപ്രൂവ്ഡ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇക്വലൻസിയുടെ ആവശ്യമേ വരുന്നില്ല. അപ്പോൾ ഉടനെ തന്നെ അതിൻ്റെ ഒഫീഷ്യലി നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതുവരെ ഡിഗ്രി PG MBA എന്തെടുക്കാത്തവരാണെങ്കിലും വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക. നിങ്ങളുടെ ഏത് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻസിനാണെങ്കിലും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി അത്തരത്തിലുള്ള ഒരു ടെൻഷനും വേണ്ട. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും തന്നെ അഡ്മിഷൻസ് എല്ലാ കാര്യങ്ങളും എടുക്കാനും എന്താ നിങ്ങളുടെ ഒരു ലൈഫ് സെക്യൂർ ആക്കാനുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകണമെന്ന് പറയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം, അതായത് ഇക്വലൻസി പേടിയുള്ള ഫ്രണ്ട്സിനെല്ലാം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. താങ്ക്